നന്ദി ജെബി. വേദിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, മഹിളാ ശക്തിയുടെ ഒരു അടയാളമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ മഹിളാ സാഹസ് കേരള യാത്ര 4 ജാനുവരിയിലാണ് ആരംഭിച്ചത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് അവർ 1474 സ്ഥലത്ത് കയറി ഇറങ്ങി. വിചാരിക്കൂ, 1474 സ്ഥലത്തിൽ 138 ദിനത്തിൽ. അതിനൊരു തപ്പോട്ടൽ വേണ്ടേ? കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ എത്ര 90 വില്ലേജ് പഞ്ചായത്തുകൾ കയറിയിട്ടുണ്ട്, 87 മുനിസിപ്പാലിറ്റി കയറിയിട്ടുണ്ട്, 6 കോർപ്പറേഷൻസിനെ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മളൊരു പീപ്പിൾസ് ചാർജ് ഷീറ്റ് ഇവിടെ ഇറക്കാൻ പോവുകയാണ്. ഹലോ, പീപ്പിൾസ് ചാർജ് ഷീറ്റും കൂടി ഇറക്കാൻ ഒരു സമയമാണത്. ആ ചാർജ് ഷീറ്റ് നിങ്ങൾ എല്ലാവരും മുമ്പിൽ നമ്മളുടെ ഡൽഹിയിൽ എത്തിച്ചേർന്ന മഹിളാ നേതാവായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കേരളത്തിന് വേണ്ടി ദീപാ ദാസ് മുൻഷി നിങ്ങളുടെ മുമ്പിൽ അതിനെ കാണിച്ചു തരും. അതിൻ്റെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഒരു യാത്ര, മഹിളാ യാത്ര ഇത്ര സ്ഥലത്തിൽ ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണമില്ല. നിങ്ങളുടെയാണ് റെക്കോർഡ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണത്, നമ്മളെല്ലാവരെയും, അമ്മമാരുടെയും സ്ത്രീകളുടെയും മഹിളകളുടെയും റോളിനെ എല്ലാവരും വീട്ടുപണിക്ക് വേണ്ടി ചുരുക്കാൻ ശ്രമിക്കുന്ന സമയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മഹിളകളുടെ ശക്തി, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ നേതൃത്വം, നിങ്ങളുടെ ഓരോരോ അച്ചീവ്മെന്റാണ് കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ നമ്മുടെ പ്രതീക്ഷ മഹിളകളിൽ. മഹിളയ്ക്ക് ഹൃദയം നിറഞ്ഞ എംപത്തി കൊടുക്കാൻ ആവശ്യമുണ്ട്. അതിൻ്റെ ഒപ്പം ധൈര്യത്തോട് സംസാരിക്കാൻ ആവശ്യമുണ്ട്. അവർക്ക് ഓരോരോ കഷ്ടങ്ങൾ അനുഭവിക്കാൻ എല്ലാ ദിവസത്തിന്റെ കഥയാണ്. അതിൻ്റെ ഒപ്പം നാളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടാവണം. അവർ മഹിളയായിട്ട് നിൽക്കണം, ശക്തിയായിട്ട് നിൽക്കണം. നമ്മളുടെ ഹിന്ദു മതത്തിൽ ശക്തിയാണ് മഹിളയുടെ എല്ലാം വെച്ച് വലിയ കാര്യം. ശക്തിയുടെ പേരിലാണ് നിങ്ങൾ എല്ലാവരും ഈ മഹിളാ സാഹസ് യാത്ര നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ എല്ലാവരുടെയും സംഘടന ശക്തി നിങ്ങൾ കാണിച്ചു. ഗ്രാസ് റൂട്ട്സിന്റെ ഒപ്പം, വേരിന്റെ ഒപ്പം നിങ്ങൾ നിന്നിട്ട് സാധാരണ മഹിളകളുടെ ഓരോരോ വിഷയങ്ങൾ ഈ തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിച്ചു. അതിനെ എനിക്ക് ഒരു അഭിവാദ്യം പറയാനുണ്ട് നിങ്ങൾ എല്ലാവർക്കും. ഈ ചാർജ് ഷീറ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോരോ കാര്യങ്ങൾ, ഈ സംസ്ഥാനത്തെ ഓരോരോ നിയമങ്ങൾ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, സോഷ്യൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യായമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും 100% പിന്തുണ നിങ്ങൾക്ക് കാണും. അതിൻ്റെ ഒപ്പം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതോടെ ഈ യാത്രത്തിന്റെ സമാപനമായി കാണരുത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടബിലിറ്റി നമ്മൾ ചോദിക്കണം. എന്തായിരിക്കും ഓരോരോ കാര്യത്തിന്റെ മറുപടി? എനിക്കറിയാം, അവർക്കൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരെ ആ വെല്ലുവിളി നേരിട്ട് ചോദിക്കണം. ഈ കാലത്ത് ഞാൻ ഓരോരോ ഫിഗർ നോക്കുകയായിരുന്നു. മഹിളകളുടെ പ്രത്യേകിച്ച് വിഷയം, തൊഴിലുള്ള മഹിളകൾക്കും കൂടി അതിനെ ഇംഗ്ലീഷിൽ പറയും വൾനറബിൾ എംപ്ലോയ്മെന്റ്. അതിൻ്റെ അർത്ഥം ചെറിയ ജോലികൾ, ചെറിയ സെക്യൂരിറ്റി ജോലികൾ, എപ്പോൾ വേണമെങ്കിലും ഡെയിലി വേജ് പോലെ ആയിട്ട് പിരിച്ചുവിടാൻ സാധിക്കും ജോലികൾ. അതിനാണ് 79% തൊഴിലുള്ള മഹിളകൾക്ക് ചെയ്യേണ്ടത്. പുരുഷന്മാർക്ക് അത്ര മോശമല്ല. അതുമാത്രമല്ല, നമ്മളുടെ ആശാ വർക്കേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ആജിറ്റേഷൻ നടത്തി. അംഗൻവാടി വർക്കേഴ്സ്, നഴ്സുമാര്, എല്ലാത്തിലും മഹിളമാർ ചെയ്യുന്ന പ്രവർത്തനത്തിനൊക്കെ ശരിക്കുള്ള ശമ്പളം കിട്ടുന്നില്ല, ശരിക്കുള്ള ശമ്പളം സമയത്ത് കിട്ടുന്നില്ല, ബെനിഫിറ്റ്സ് തീരെ ഇല്ല. ഭയങ്കര കൂടുതൽ പ്രവർത്തനം, കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലികളാണ്. പക്ഷെ അവരെ സേവനം അംഗീകരിക്കാൻ
ആൾക്കാർ ഇവിടെ ഇല്ല ഈ സർക്കാരിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് നമ്മൾ പറയണം ഫെയർ വേജസ് ആൻഡ് ഫെയർ റെക്കഗ്നിഷൻ. നിങ്ങളുടെ സേവനം ഈ സർക്കാർ അംഗീകരിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് അതിൻ്റെ ആവശ്യമുള്ള വേജസ്, ശമ്പളം തരണം. അത് നിർബന്ധമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്കറിയണമല്ലോ, വീട്ടമ്മമാർക്കും നമ്മൾ സംസാരിക്കുന്നു, അവരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. വിലക്കയറ്റങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ബുദ്ധിമുട്ട് അവർക്കാണ്. കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ, കുടുംബത്തെ വളർത്താൻ. നമ്മുടെ KMCC പ്രസിഡന്റ് എത്തി. അപ്പോ തൊഴിലുള്ള സ്ത്രീകൾ മാത്രമല്ല, വീട്ടമ്മമാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും സംസാരിക്കുന്നത് ഇവിടെ. അതിൻ്റെ ഒപ്പം ഞാൻ കൂടി പറയട്ടെ, നമുക്ക് രാഷ്ട്രീയത്തിൽ മഹിളകളുടെ ഒരു പോരായ്മ. ഞാൻ കുറേയായി സംസാരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ പാർലമെന്റ് അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽക്ക് 33% റിസർവേഷൻ ലോക്സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് വലിയ ഗുണം ചെയ്യും. മഹിളകളുടെ ചിന്തകൾ മനസ്സിലാക്കി, മഹിളകളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മഹിളകൾക്ക് വേണ്ടി സംസാരിക്കാൻ മഹിളാ പ്രതിനിധികൾ നമ്മുടെ പാർലമെന്റിൽ 2029 മുതൽ കാണാൻ സാധിക്കും. അത് വലിയൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും രാഷ്ട്രീയ താല്പര്യമുള്ള മഹിളകൾ ഇതിനു വേണ്ടിയിട്ടും മുന്നോട്ട് നിങ്ങൾ കൈയിറക്കണം. എനിക്ക് അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ തൊഴിലിൻ്റെ സ്ഥിതി. കേരളത്തിൽ മൊത്തം നമ്മളുടെ ഒഫീഷ്യൽ ഡേറ്റ പ്രകാരം, അത് ശരിക്കുള്ള ഡേറ്റ ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിൻ്റെ പ്രകാരം കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ 6.7% അത്ര. പക്ഷേ മഹിളാ തൊഴിലില്ലായ്മ 14.1%. ശരിക്കും യാഥാർത്ഥ്യം നോക്കിക്കൊള്ളാണ് അതിനേക്കാൾ കൂടുതലായിരിക്കും രണ്ടും. എന്നിട്ട് മഹിളാ ശമ്പളങ്ങൾ പുരുഷന്മാരുടെ ശമ്പളങ്ങളുടെ 40%, 50%-മേ ഉള്ളൂ. ഈ അന്യായങ്ങളെതിരെ നമ്മൾ സംസാരിക്കും. ഈ അന്യായങ്ങളെ പുരുഷന്മാർ നിൽക്കും. ഇനി നിങ്ങളുടെ ഈ യാത്രയുടെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ആവശ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലും നമ്മൾ വിടും. സംസ്ഥാന സർക്കാരിന്റെ ഒരു വെല്ലുവിളി കൊടുത്തിട്ട് നിങ്ങളിതിനെ പൂർത്തിയാക്കുന്നത് കൂടി പറയും. അത് മാത്രം പറഞ്ഞ് ഒരിക്കലും കൂടി ഈ യാത്രയിൽ നടന്ന എല്ലാ മഹിളകൾക്കും എന്റെ കൺഗ്രാറ്റുലേഷൻസ്. ഇനി വരാൻ പോകുന്ന ഓരോരോ കാര്യത്തിലും നിങ്ങളുടെ ഓരോരോ ഡിമാൻഡിനെ പൂർത്തിയാക്കാൻ ഞങ്ങൾ എല്ലാവരെയും പിന്തുണ എപ്പോഴും ഉണ്ടാകുന്ന കൂടി പറഞ്ഞ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.